ഹായ് ഹലോ നമസ്കാരം. പൈങ്കിളി എന്ന് പറയുന്ന സിനിമ കണ്ട് ഇങ്ങ് വന്നേ ഉള്ളൂ കേട്ടോ. ഭയങ്കര രസമുള്ള ഒരു സിനിമ. ഈ വീഡിയോ മൊത്തത്തിൽ കാണാനായിട്ട് താല്പര്യമില്ലാത്ത ആൾക്കാരോട് ഞാൻ ഇപ്പം തന്നെ പറയാം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി ഇപ്പം തന്നെ ടിക്കറ്റ് എടുത്ത് നല്ല ഗംഭീരമായിട്ട് ചിരിച്ചിരിക്കാനായിട്ടുള്ള ഒരു കിടില സിനിമ. പറയാതിരിക്കാൻ വയ്യ, നല്ല വെൽ ക്രാഫ്റ്റഡ്. ശ്രീജിത്ത് ബാബുവാണ് പടത്തിന്റെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ സെറ്റപ്പില്ലേ, പലർക്കും പല പല രീതിയിലുള്ള ജോണറിലാക്കി ഇഷ്ടപ്പെടുക. പക്ഷേ പൈങ്കിളി എന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് എലമെൻറ്റുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പടത്തിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് വരാം. കുറേ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട്. അതിലാദ്യം സംസാരിക്കാനായിട്ടുള്ളത് സജിൻ ഗോപുവിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച ഒരു പുള്ളിക്കാരിയുണ്ട്. പേരെനിക്കറിയാൻ മേല. എൻ്റെ ദൈവമേ, എന്നെ കിടില അഭിനയ. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് അഭിനയിക്കാൻ പറ്റുമോ? എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ അവിടെയൊക്കെ. ഞാൻ ഇതിനു മുമ്പ് സിനിമകളിലൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. ഈ സിനിമ ഭയങ്കരമായിട്ട് അവർക്ക് രജിസ്റ്റർ ആവും. പടം ഭയങ്കര രസമായിട്ട് ഇനിയിപ്പോൾ ഒരുപാട് സിനിമകളിൽ പുള്ളിക്കാരെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആത്മാർത്ഥമായിട്ട്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. ഓരോരോ സീൻ ബൈ സീനായിട്ട് നമുക്ക് ഓർത്തിരുന്ന് ചിരിക്കാനുള്ള ഒരുപാട് സംഗതികൾ ഈ ഒരു പടത്തിനകത്ത് തരുന്നുണ്ട് കേട്ടോ. ക്ലീശയായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും നമുക്ക് അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ പടത്തിനകത്ത് ത്രൂ ഔട്ടായിട്ട് നമുക്ക് അവസാനം വരെ കുറേ ചിരിക്കാനായിട്ടുള്ള എലമെൻറ്റ് തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോർമലി നമുക്ക് പടമൊക്കെ എന്തിനാണ്, നമുക്ക് എൻ്റർടൈൻ ചെയ്യാനായിട്ടാണ്, നമ്മളെയൊക്കെ മാക്സിമം ഒന്ന് ഉഷാറാക്കി എടുക്കാനായിട്ടാണ്. അതിനുള്ള കുറേ പരിപാടികൾ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. സജിൻ ഗോപു ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ള ക്യാരക്ടർ, പുള്ളി കൂടുതൽ സമയങ്ങളിലും സജിൻ ഗോപു ഇതിൻ്റെ അകത്ത് ഈ ഷട്ടൊന്നും ഇടാതെ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. പടത്തിനകത്ത് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ സജിൻ അത് ചെയ്തിട്ടുണ്ട്. സജിൻ്റെ കൂട്ടത്തിൽ തന്നെ ആവശ്യം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അതോടെ മലയാള സിനിമയിലേക്ക് എത്തിയ റോഷൻ ഷാനവാസും വളരെ ഗംഭീരമായിട്ടുള്ള വേഷം ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ നായകന്മാരുടെ കൂടെ നടക്കുന്ന കുറേ എണ്ണത്തിന് ഭയങ്കര ഊളകൾ, അങ്ങനെ ഒരു പേരൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കേട്ടോ പച്ചയ്ക്ക്. അതായത് അങ്ങനത്തെ കുറച്ച് ബുദ്ധിയില്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും സാധാരണ നായകന്മാരുടെ കൂടെ നടക്കുന്ന അങ്ങനത്തെ കുറേ സംഭവം. പക്ഷേ ഇതിൻ്റെ അകത്ത് റോഷൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിന് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. അവൻ കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ അവൻ ചെയ്യുന്ന കൗണ്ടേഴ്സ് ഒന്നും ഒരു രക്ഷയില്ല. തിയേറ്ററിൽ നല്ല രീതിയിൽ ചിരി അതിൻ്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ. ഞാൻ നായികമാരുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, പക്ഷേ രണ്ട് മികച്ച നടിമാർ, രണ്ടുപേര്. ഒന്ന് നമ്മുടെ അനശ്വര രാജൻ, ഒപ്പം തന്നെ നായികമാരായിട്ട് മറ്റൊരാൾ വരുന്നത് ജിസ്മ വിമലാണ്. ജിസ്മ വിമലിനെ ഓൾറെഡി നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൂടെ ജിസ്മയുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ അവർക്കറിയാൻ പറ്റും. ജിസ്മ അതിനകത്തൊക്കെ കൂടുതലായിട്ട് ഇതിൻ്റെ അകത്തൊന്നും ചെയ്തിട്ടില്ല. അതാണ് സംഭവം. അതാണ് ജിസ്മയുടെ വീഡിയോസും അവർ രണ്ടുപേരുടെയും വീഡിയോസ് ഞാൻ ജിസ്മയുടെ വിമലിൻ്റെയും വീഡിയോസ് മിക്കപ്പോഴും ഇരുന്ന് കാണുന്നതാണ്. അതിൻ്റെ മേളിലൊരു സാധനം സിനിമയിൽ വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് വേണ്ടിയ സാധനം വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ജിസ്മയ്ക്കും ഹാൻഡ്സ് ഓഫ് പറയുകയാണ്. പിന്നെ ഇതിനകത്തുണ്ടാകുന്ന ടോട്ടൽ ക്രൂ, നമ്മുടെ ചന്തു സലീംകുമാർ, ഒപ്പം തന്നെ സജിൻ്റെ ഫാദറായിട്ട് സാധാരണഗതി നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ കാണുന്ന ഫാദറായിട്ട് വരുന്നത് ഇതിൻ്റെ അകത്ത് അബൂ സലീമാണ്. ഈ അബൂ സലീം വന്നിട്ട് ഇവർ തമ്മിലുള്ളൊരു കോംബോ ഉണ്ട്. ഭയങ്കര രസമാണ്. ചിരിക്കാനായിട്ട് ഒരുപാട് സംഗതികൾ നമുക്ക് ഇതിനകത്ത് തരുന്നുണ്ട്. ടോട്ടലി ഇതിൻ്റെ ക്യാമറ വർക്കുകളും ഡീറ്റെയിലിങ്ങും ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. BGM നല്ല രസമായിട്ടുണ്ട്. BGM ചെയ്തിരിക്കുന്നതും സ്കോർ ചെയ്തിരിക്കുന്നതൊക്കെ നമ്മുടെ ജസ്റ്റിൻ വർഗീസാണ്. ജസ്റ്റിൻ അത് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പാട്ടുകളൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ടോട്ടലി ഈ പടം പൈസ പോകത്തില്ല. നിങ്ങൾക്ക് തിയേറ്ററിൽ ചെന്ന് കയറി ഇരുന്നതിന് ശേഷം അവസാനം വരെ ചിരിക്കാനായിട്ടുള്ള ഒരുപാട് എലമെന്റ് തരുന്നുണ്ട്. പേഴ്സണലി എനിക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അനശ്വര രാജൻ അഭിനയിച്ചിരിക്കുന്നത് കുറച്ച് ഓവറായിട്ട് പല സ്ഥലങ്ങളിലും ഫീൽ ചെയ്യാറുണ്ട്. അത് മാത്രമേ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. പടത്തിൻ്റെ അത്രയും ഓവറായിട്ട് കൊടുക്കേണ്ടിയിരുന്നില്ല. കുട്ടിക്ക് ചിരിക്കാൻ വരുന്നില്ലാത്ത സ്ഥലങ്ങളിൽ ഒപ്പിച്ച് ചിരിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അത് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം വൻ പൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സിനിമ. ഭയങ്കര രസമായിട്ടുണ്ട്. കാശ് മുതലായ ഒരു കിടിലം പടം പൈങ്കിളി. നേരെ ടിക്കറ്റ് എടുക്കുക, പോയി കാണുക. ഒപ്പം തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫഹദ് ഫാസിലും കൂടെ ചേർന്നിട്ടാണ്. അപ്പം ആ ഒരു പടത്തിന്റെ ക്വാളിറ്റി അറിയാമല്ലോ. ഗംഭീര സിനിമ, അടിപൊളി. സോ എന്തായാലും വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ പടത്തിന് പോകാനായിട്ട് ഉദ്ദേശം ഉണ്ടെങ്കിൽ, തീർച്ചയായും നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കത്തില്ല നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താം. ഒപ്പം തന്നെ ഈ പടത്തിന് ടിക്കറ്റ് എടുക്കാം. ത്രൂ ഔട്ടായിട്ട് നമുക്ക് കുറച്ച് നേരം ഇത് ചിരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും ഒന്ന് പരിഗണിക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.